ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞു. സൗഹൃദം എന്നാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ്. ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണം വന്നാൽ ഏതൊരു വ്യക്തിയും നമ്മുടെ സുഹൃത്തായി മാറും. അതിനാൽ ഇന്ദ്രിയ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായ ഒന്നാണ്. നിയന്ത്രണമുള്ള ഇന്ദ്രിയം ഉണ്ടെങ്കിൽ പരമമായ സുഖം നമ്മെ തേടിയെത്തും. എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണമില്ലെങ്കിൽ അവർ എവിടെ ചെന്നാലും അവർക്ക് പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള സൗഹൃദമുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ എന്തായിരിക്കും അനുഭവം എന്ന് പറയുന്നു ഒരു കവി. സൗഹൃദമുണ്ടെങ്കിൽ ഭൂമണ്ഡലം തന്നെ സ്വർഗസമാനമെന്നോർത്തിടേണം. സൗഹൃദമുണ്ടെങ്കിൽ ഭൂമണ്ഡലം തന്നെ സ്വർഗസമാനമെന്നോർത്തിടേണം. എന്നാലോചിച്ച് നോക്കൂ. സൗഹൃദമുണ്ടെങ്കിൽ ഈ ഭൂമണ്ഡലം മുഴുവൻ സ്വർഗസമാനമാണ്. സൗഹൃദമുണ്ടെങ്കിൽ ഭൂമണ്ഡലം തന്നെ സ്വർഗസമാനമെന്നോർത്തിടേണം. സത്താവും ആത്മാവും മാത്രമാണ് ഈ ജഗത്, വസ്തുക്കളെല്ലാം എന്നനുഭൂതമാകും. സത്താകുന്ന അങ്ങനെയുള്ളവർക്ക് ഈ ലോകം മുഴുവൻ സൗഹൃദമായി തോന്നുന്ന ഒരാൾക്ക് സത്താകും ആത്മാവ് മാത്രമാണ് ഈ ജഗത്ത്. സത്തായിരിക്കുന്ന ആ പരമാത്മാവാണ് ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. സത്താകും ആത്മാവ് മാത്രമാണ് ഈ ജഗത്, വസ്തുക്കളെല്ലാം എന്നനുഭൂതമാകും. ഈ ജഗത്ത് മുഴുവൻ ആത്മാവാണ് എന്ന പരമാർത്ഥം അവർക്ക് മനസ്സിലാകും. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ഏതുപോലെ നീരാവി രൂപാന്തരപ്പെട്ട് ഐസായി മാറിയതുപോലെ ആ ഐസ് എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ എന്താണ്? നീരാവി തന്നെയാണ്. ഐസിൻ്റെ മൂലരൂപം നീരാവിയാണ്. നീരാവി തണുത്തപ്പോൾ വെള്ളമായി, വെള്ളം തണുത്തപ്പോൾ ഐസായി. ഇനി ആ ഐസ് ചൂടാവുമ്പോൾ വെള്ളമാകുന്നു, വെള്ളം വീണ്ടും നീരാവി തന്നെയായി മാറുന്നു. അപ്രകാരം ആ പരമാത്മാവിൻ്റെ രൂപാന്തരമാണ് ഈ ജഗത് പദാർത്ഥങ്ങളെല്ലാം എന്ന് സൗഹൃദമുണ്ടെങ്കിൽ ബോധ്യമാകും. എന്നാൽ ആരെയെങ്കിലുമൊക്കെ തനിക്കിഷ്ടപ്പെടാത്തത് കാണുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളുള്ള ഒരു വ്യക്തിക്ക് ചിലരോട് ഇഷ്ടവും ചിലരോട് അനിഷ്ടവും. ഈ ഭാവമുള്ളവർക്ക് ഒരിക്കലും ഈ ഭൂമണ്ഡലത്തിലെ സത്തിനെ കാണാൻ കഴിയുകയില്ല. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്ത ഒരാൾക്ക് എല്ലാത്തിലും ആത്മചൈതന്യത്തെ കാണാൻ സാധിക്കുന്നതാണ്. അതാണ് നാം അഭ്യസിച്ചെടുക്കേണ്ടത്. അതിനാൽ നാം എല്ലാം ആത്മവസ്തുക്കളാണെന്ന്, ഈ ജഗത്ത് മുഴുവൻ ആത്മാവാണെന്ന പരമസത്യം നമുക്ക് അനുഭവമാകണമെങ്കിൽ നാം സൗഹൃദം പാലിച്ചേ പറ്റും. സൗഹൃദമെന്നാൽ ഇന്ദ്രിയ നിയന്ത്രണം, ഇന്ദ്രിയങ്ങളെ തൻ്റെ സ്വാധീനത്തിൽ വരുത്തുക. അത് അഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകവസ്തുക്കളെല്ലാം സുഖപ്രദവും സുരക്ഷ നൽകുമെന്നും കരുതിയാണ് ലോകത്തിൻ്റെ പിന്നാലെ കടിഞ്ഞാണില്ലാതെ നാം സഞ്ചരിക്കുന്നത്. പക്ഷേ ഇവയെല്ലാം തന്നെ അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമാണെന്ന് ബോധിച്ച് അവയിൽ നിന്ന് പിന്തിരിയുന്നതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിരക്തി എന്ന് പറയുന്നത്. വിരക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവായിരിക്കുന്ന ആ സത്തിലേക്ക് നമ്മുടെ മനസ്സ് പ്രവേശിക്കുകയുള്ളൂ. ആ സത്തിലേക്ക് മനസ്സ് പ്രവേശിക്കുന്നത് തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ വിരക്തിയും ഭക്തിയുമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. വിരക്തി വരണമെങ്കിൽ പ്രപഞ്ച വസ്തുക്കളുടെ അനിത്യത്വം ബോധിക്കണം. എന്നാൽ എല്ലാത്തിലും ആത്മസ്വരൂപത്തെ അറിയണമെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം കൂടിയേ കഴിയൂ. സൗഹൃദമുണ്ടെങ്കിൽ ഭൂമണ്ഡലം തന്നെ സ്വർഗസമാനമെന്നോർത്തിടേണം. സത്താവും ആത്മാവും മാത്രമാണ് ഈ ജഗത്, വസ്തുക്കളെല്ലാം എന്നനുഭൂതമാകും. അത് ആ അനുഭൂതി തലത്തിലേക്കാണ് നാം ഉയരേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക്
പരമസത്യം ബോധ്യമാവുകയുള്ളൂ. ആ സൗഹൃദത്തെ നാം വളർത്തിയെടുക്കേണ്ടതാണ്. സൗഹൃദം നിലനിൽക്കണമെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം കൂടിയേ കഴിയൂ. അതാണ് സുഖപ്രാപ്തിക്ക് നാം ചെയ്യേണ്ടത്. അതോടുകൂടി ദുഃഖനിവൃത്തിയും നമുക്ക് അനുഭവമാകും.